ഹായ് ഡോക്ടർ. ഹായ്, നമസ്കാരം. നമസ്കാരം. നമ്മളുടെ ചങ്ങമ്പള്ളി റെമഡിയത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രിക്കേറ്റ് ഡിസോർഡേഴ്സിലാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അധികം കേസസും ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കേസസ് ആയിരിക്കും. നമ്മളുടെ ഫോക്കസ് കൂടുതലും പോകുന്നത് നമ്മളുടെ പേഷ്യൻസിലായിരിക്കും. പക്ഷെ അധികാരം ശ്രദ്ധ കിട്ടാത്തൊരു ടീമാണ് കെയർ ഗിവേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? അവരെന്തൊരു കൈൻഡ് ഓഫ് ഇമോഷൻ അല്ലെങ്കിൽ എന്തൊരു കൈൻഡ് ഓഫ് സ്റ്റേറ്റിൽ കൂടെ ആയിരിക്കും അവർ യൂഷ്വലി കടന്നു പോവുക? അത് ഡോക്ടർ ചോദിച്ചത് വലിയ കാര്യമുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം ആരും ശ്രദ്ധിക്കപ്പെടാതെ വളരെയധികം വേദന അനുഭവിക്കുന്ന, എന്നുവെച്ചാൽ പേഷ്യൻറ്റിനോളം വേദന അനുഭവിക്കുന്ന, ചിലപ്പോൾ പേഷ്യൻറ്റിനേക്കാൾ കൂടുതൽ വേദനിക്കുന്ന ആളുകളാണ് അവരുടെ കെയർ ഗിവേഴ്സ്. ആ പേരിൽ തന്നെ അതുണ്ട്. നമ്മൾ വെറും ബൈസ്റ്റാൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നോക്കി നിൽക്കുന്നൊരു മീൻസ് അവർക്കൊരു കൂടെ നിൽക്കാൻ വിളിച്ചാലും പറഞ്ഞാലും സംസാരിക്കുന്ന അതിനുള്ളൊരു ആവശ്യത്തിനുള്ളവരായിരിക്കും. കെയർ ഗിവേഴ്സ് എന്ന് പറയുമ്പോൾ അവർ എല്ലാ തരത്തിലും കെയർ ചെയ്യുന്നവരാണ്. അപ്പം പല കേസുകളിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളാവുമ്പോൾ പേഷ്യൻ്റ് പല തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോവുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ക്യാൻസറിൻ്റെ പേഷ്യൻ്റാണ്, മീൻസ് ക്യാൻസർ ഫോക്കസ്ഡ് ആയതുകൊണ്ട് ഇവരിൽ 1% ആളുകളെങ്കിലും ഞങ്ങൾ മരിച്ചു പോവും, അതുകൊണ്ട് മരിച്ചു പൊയ്ക്കോട്ടെ, ഈ രോഗം മാറൂല എന്നൊക്കെയുള്ള ചിന്തകളുള്ളതായിരിക്കും. പക്ഷെ കെയർ ഗിവറിനെ സംബന്ധിച്ച് അവർക്ക് ഇവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും പിന്നെ അവരുടെ ഒരു എഫേർട്ടിന് ഒരു കുറവ് വരെ അവരേതെങ്കിലും രീതിയിൽ ഇവരെ വേദനിപ്പിക്കുകയോ ചെയ്യില്ല. അപ്പോൾ ഇതിനിടയിൽ എന്ന് പറയുമ്പോൾ എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ അവരെ കെയർ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഒരു ഹസ്ബൻഡിനാണ് ക്യാൻസർ എങ്കിൽ വൈഫാണ് അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. വൈഫിനാണെങ്കിൽ ഹസ്ബൻഡ്, പിന്നെ മക്കള്, പാരൻസ്, ഇതുപോലെ ആരും ആയിരിക്കാം ഏറ്റവും കൂടുതൽ അവരെ കൂടെ നിൽക്കുന്നവർ. പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആയുർവേദത്തിൽ ഒരു പിന്നെ കൺസെപ്റ്റ് ഉണ്ട്, ഇതിനെ പറ്റിയിട്ടൊരു തിയറി ഉണ്ട്. 4 കാര്യങ്ങളുണ്ട് പറയുന്നത്. ഒരു രോഗം വന്നാൽ രോഗിയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് രോഗിയെ പരിചരിക്കുന്ന ആള്, മെഡിസിൻ, ഡോക്ടേഴ്സ്. ഇവർ 4 പേരും ഒരേപോലെ നടന്നാലേ ചികിത്സ നടക്കുള്ളൂ. പക്ഷെ ഇത് 4 കാലുകളാണ്. 4 കാല് വെച്ച് നടക്കുന്നതായിട്ടാണ് ആയുർവേദം ഇതിനെ പറയുന്നത്. അതിൻ്റെ 4 കാലുകളാണ് ഈ 4 എണ്ണം. ഡോക്ടറും നേരെ ഇരിക്കണം, മെഡിസിൻ നേരെ ഇരിക്കണം, കെയർ ഗിവർ നേരെ ഇരിക്കണം, പേഷ്യൻ്റ് നേരെ ഇരിക്കണം. അപ്പം അങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു ദിവസം എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നു. അപ്പം അവർ പേഷ്യൻറ്റും പേഷ്യൻ്റ് പാർട്ടിയും ഉണ്ട്. അവർ ഹസ്ബൻഡാണ് ക്യാൻസർ പേഷ്യൻ്റ്. അപ്പോൾ അവർ വളരെ മോശം സ്ഥിതിയിലായിരുന്നു എൻ്റെ അടുത്ത് വന്നിരുന്നത്. വന്ന സമയത്ത് അവർ കീമോ റെസിസ്റ്റൻ്റ് ആയിരുന്നു ആ പേഷ്യൻ്റ്. അപ്പോൾ അവർക്ക് 2 കീമോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് കീമോ ചെയ്യാൻ വയ്യ. അൾസറേറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ ആയിരുന്നു, വൂണ്ടായിട്ടുണ്ട്, ഭയങ്കര പെയിനൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ ബാക്കി അവർ രക്ഷപ്പെടില്ല എന്നാണ് അവരുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ. കീമോ റെസിസ്റ്റൻസ് വന്നു കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഇവർക്ക് ആകെ കൺഫ്യൂസ്ഡായി എന്ത് ചെയ്യും എന്നുള്ള. ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ അവരെ വൂണ്ട് ഇങ്ങനെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന സ്ഥലത്തല്ലായിരുന്നു. വൈഫാണ് ഇത് കാണുന്നത്. നമ്മളിതൊക്കെ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി പുറമേക്കുള്ള അവരുടെ ബുദ്ധിമുട്ടും വേദനകളും മറ്റു ഭാഗങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു 2-3 പ്രാവശ്യമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വൈഫ് പറ്റ അങ്ങോട്ട് തളർന്നിരുന്നു. അവർക്ക് ഉറങ്ങാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. പിന്നെ ഈ വൂണ്ടൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ അവരാകെ കഷ്ടത്തിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഇവരെ കൂടെ വന്ന് ഈ പേഷ്യൻറ്റിൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഭയങ്കര ഇതായിട്ട് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ആങ്ങളേനെ രക്ഷിക്കണം, അതിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. പക്ഷെ അവരെ സംസാരത്തിൽ വൈഫ് നോക്കുന്നത് പോരാന്നുണ്ട്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഇവരിപ്പോൾ കുറേ തവണയായി എൻ്റെ അടുത്ത് വരുന്നു, ഇവരിപ്പോൾ ബെറ്ററാണ്, വന്ന സമയത്തുള്ളതിനേക്കാൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവരോട് നിങ്ങളുടെ ബ്രദറിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കുറച്ച് ദിവസം രാത്രി ഇവരെ കൂടെ നിൽക്കുക, അവരൊന്ന് ഉറങ്ങട്ടെ, അവരുടെ വൈഫൊന്ന് ഉറങ്ങട്ടെ, ഉറങ്ങിയിട്ട് അവരൊന്ന് സ്വസ്ഥതയിലേക്ക് വരട്ടെ, എന്നാലാണ് ഇവരെ രക്ഷിക്കാൻ ഇനി അവരുണ്ടാവുള്ളൂ. അത് കേട്ടതും ആ ലേഡി കരഞ്ഞു, എൻ്റെ മുന്നേ കരഞ്ഞു. ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. അവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ ഇവരെ ഇത്രയും ശ്രദ്ധിക്കുന്നത്, മീൻസ് അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അപ്പം ഇങ്ങനെ ഒരു മിണ്ടാപ്രാണികളെ പോലെ രോഗിയോടൊപ്പം
നമ്മൾ സാധാരണ അറിയിക്കുന്ന ഒരു കൂട്ടരാണ് കെയർ ഗീവേഴ്സ്. സത്യം. എന്തുകൊണ്ടാണ് പലപ്പോഴും ഇപ്പം നമ്മൾ ഈ പേഷ്യൻ്റ് വളരെ മോശമായിട്ടാവും ഇവരോട് പെരുമാറുന്നത്. അത് മിക്കവാറും വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. എന്നിട്ട് ചെറിയൊരു പിഴവ് വരുമ്പോഴത്തേക്ക് ആരെങ്കിലും കുറ്റപ്പെടുത്തും. എന്തായിരിക്കും അതിൻ്റെ പിന്നിലുള്ള ഒരു സൈക്കോളജി? ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡോക്ടർ പറഞ്ഞ പോലെ സൊസൈറ്റി അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഇനീഷ്യലി അവർ ഭയങ്കര കുഴപ്പമില്ലാതെ പോവും. ഒരു കെയർ ഗിവർ എന്നുള്ള രീതിയിൽ ഒരു ക്രോണിക് ഇൽനെസ് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യത്തെ 2-3 മാസം കുഴപ്പമുണ്ടാവില്ല. പിന്നെ അതൊരു നിരന്തരം ആ ഒരു സെയിം പാറ്റേൺ ആകുമ്പോൾ ബേൺ ഔട്ട്, സ്ട്രെസ് ഇങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുകയാണല്ലോ, അതൊരു ബേൺ ഔട്ടായി മാറും. സോ ബേൺ ഔട്ട് ആകുമ്പോൾ സ്വാഭാവികമായും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ചിന്തകൾ വരും. ഒന്ന് ഫിസിക്കൽ എക്സോഷൻ ഉണ്ടാവുമല്ലോ അവർക്ക്, പിന്നെ അതല്ലാതെ ഒരു മെൻ്റൽ ഇമോഷണൽ എക്സോഷൻ ഉണ്ടാവും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് കുറേ രീതിയിലുള്ള തോട്ട്സ് ഉണ്ടാവും. ഞാൻ ചെയ്യുന്നത് ഇന്നഫാണോ, ഞാൻ ചെയ്യുന്നത് പോരാ, ഞാനൊരു നല്ല മോളാവുന്നില്ല, അങ്ങനത്തെ ഒരു അങ്ങനത്തെ പാറ്റേണിലുള്ള കുറേ തോട്ട്സ് ഉണ്ടാവും. സ്നേഹമില്ലായ്കയോ അല്ലെങ്കിൽ സെൽഫിഷ്നെസ്സോ അതൊന്നുമല്ല അതിന് കാരണം. ജസ്റ്റ് ഈ ഒരു ബേൺ ഔട്ട് തന്നെ അതിനൊരു മേജർ ഫാക്ടറാണ്. അവരെ കൊണ്ട് കഴിയാത്തൊരവസ്ഥയിൽ വരും. അതെ, അതൊരു ഫാക്ടർ. അതെ. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ അവർ പറയുമല്ലോ, ആദ്യം എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആദ്യം നമ്മളുടെ മാസ്ക് വെക്കുക, എന്നിട്ട് മാത്രം മറ്റുള്ളവർക്ക് വെക്കുക. നമ്മളും ആസ് എ കെയർ ഗിവർ ആണെങ്കിൽ നമുക്കൊരു എംപ്റ്റി കപ്പിൽ നിന്ന് ഒരിക്കലും പോർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓക്കെ ആയിരിക്കണം, എന്നാലേ നമുക്ക് നമ്മളുടെ ആ ഒരു ഡിസീസ് അനുഭവിക്കുന്ന ആളെ കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവനവനെ നന്നായി ശ്രദ്ധിക്കണം, അവനവൻ നന്നായിട്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ ചെയ്യണം, അവരുടെ ഉറക്കം ശ്രദ്ധിക്കണം, എന്നാലേ മറ്റവരെ നോക്കാൻ പറ്റൂ. എന്നുവെച്ചാൽ ഒരു ചൊല്ലുണ്ടല്ലോ, നിഴല് നേരെ നിന്നാലല്ലേ, നാട്ടിയത് നേരെ നിന്നാലല്ലേ നിഴല് നേരെ നിൽക്കുമെന്ന്. മലയാളത്തിലൊരു ചൊല്ലാണ്. അപ്പം അതുപോലെയാണ് ആ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരുടെ ഒരു സ്ട്രെസ്സിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ, ഈ പെയിൻഫുൾ ആയിട്ടുള്ള പേഷ്യൻ്റ് ഉണ്ടല്ലോ, പേഷ്യൻറ്റിന് എപ്പോഴും ഒരു തോന്നലുണ്ടാവും, എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ എന്നുള്ള ഒരു വരും. അപ്പൊ അവര് പിന്നെ ഇവർക്ക് മനസ്സിലാക്കിക്കൂടെ എന്നുള്ളത് വരും. പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് ഒരുവിധം നല്ലൊരു ശതമാനം ആളുകളും എന്നോട് പറയാറുണ്ട്, ഈ പേഷ്യൻ്റ് ഇവരോട് മോശമായിട്ട് പെരുമാറുന്നു. അപ്പം നമുക്കത് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മളെ കെയർ, നമ്മൾ ശ്രദ്ധിക്കുന്നത് പേഷ്യൻറ്റിനെയാണ്. പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കെയർ ടേക്കറുടെ കാര്യം പറയുന്നത്. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം, നിങ്ങളുടെ ഓരോ ചിരിയും ഇമ്പോർട്ടൻ്റ് ആണ്. അഫ്കോഴ്സ് അത് അവരുടെ കെയർ ടേക്കർക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ രോഗം മാറാനും. പക്ഷേ ഇങ്ങനെ ഈ അസുഖങ്ങൾ വരുമ്പോൾ പേഷ്യൻസ് എന്തുകൊണ്ടാണ് ഇത്രയും മോശമായിട്ട് അവർ കെയർ ടേക്കറോട് പെരുമാറുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ മേ ബി പൊസസീവ്നെസ്സോ എന്താണെന്നറിയില്ല, എൻ്റേതാണെന്നുള്ളൊരു തോന്നൽ, എനിക്ക് വേറെ ആരുമില്ല ഇവരോട് കാണിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊരു ഹീലിംഗ് പീരീഡാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻസിനെ ആണ് ഞാനിപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. പോലെ റീഹാബിലിറ്റേഷൻ കേസസ് ഉണ്ടാവും, ഓർത്തോന്യൂറൊക്കെ. അപ്പം അതിലൊക്കെ അവർ കെയർ ടേക്കർ വിചാരിക്കുന്ന ഇവർ ഇവിടുന്ന് എഴുന്നേറ്റ് ഓടണം, അവർ നടക്കണം, അവർ നിൽക്കുക. പക്ഷെ മറ്റേ ആള് ഞാൻ അങ്ങോട്ടാണ്, ഞാൻ ജീവിതത്തിലേക്കില്ല, മരണത്തിലേക്കാണെന്നുള്ളതാണ്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ പോലും പല പേഷ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അവരുടെ വേദനകൾ അറിയാം, അവരെ കുറ്റപ്പെടുത്തല്ല. എന്നാലും അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും സൈക്കോളജിക്കൽ നിർദ്ദേശങ്ങളുണ്ടോ, ഈ കെയർ ടേക്കറെ പേഷ്യൻ്റ് ആയിട്ടിരിക്കുന്ന ആളും കൂടി ഒന്ന് കെയർ ചെയ്യാൻ, പരസ്പരം കെയർ ടേക്കേഴ്സ് ആവാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കും, എസ്പെഷ്യലി ക്രോണിക് ഇൽനെസ്സസ് വരുമല്ലോ, അവിടെയാണ് ഹോപ്പ് എന്നുള്ളൊരു കാര്യം നഷ്ടപ്പെടുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈൻഡ് ഓഫ് ഹേറ്റ്രെഡ് വരുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് പെരുമാറ്റം വരുന്നത് ഹോപ്പ് നഷ്ടപ്പെടുകയാണ്. യെസ്, അവിടെ ആ ഹോപ്പാണ് പ്രധാനമായിട്ടുള്ള കാര്യം. പേഷ്യന്റിന് ഹോപ്പ് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും, ഞാനിവിടെ പേഴ്സണലി കണ്ടിട്ടുള്ള കുറേ കേസസ് ഉണ്ട്, പേഷ്യന്റിന് ആ ഹോപ്പ് നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് മരണം മാത്രമേ ഉള്ളൂ ഒരു വഴി എന്നുള്ളത്, ഒരു സൊല്യൂഷൻ ഇസ് മരണം എന്നുള്ളൊരു രീതിയിലെത്തും. അപ്പോൾ കെയർ ടേക്കറിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കെയർ ഗിവറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കുന്നത് ആൾ മരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു ചിന്തയിലെത്തും. പിന്നീട് ആൾക്ക് ആ ഒരു എഫേർട്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, കാരണം ആൾക്കും ഇൻഡയറക്റ്റ്ലി ആ ഒരു ഹോപ്പ് എന്നുള്ളൊരു സംഭവം നഷ്ടപ്പെടുകയാണ്. സോ അതുകൊണ്ട് എന്തായാലും പേഷ്യൻസിന് മാത്രമേ നമ്മൾ കൂടുതൽ ആ ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കുക.
അതിനോടൊപ്പം തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ കെയർ ഗിവറും ഒരു കൈൻഡ് ഓഫ് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് എടുക്കുക എന്നുള്ളത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആൾ എംപ്റ്റി ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, അതാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾ അതാണല്ലോ നമ്മുടെ അടുത്ത് കൂടുതൽ വരുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ അത് ഒരാളെ അല്ല ബാധിക്കുന്നത്, ഹോൾ ഫാമിലി. അപ്പോൾ അവരെല്ലാവരും കൂടി നോക്കിയാൽ പിന്നെ ഈ ഡിസിഷൻ മേക്കിംഗ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ പലപ്പോഴും ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കേഴ്സ് പേഷ്യൻ്റ് ആയിരിക്കില്ല, ഇവരായിരിക്കും. അതിൽ 100,000 അഭിപ്രായങ്ങൾ വരും. ഒരു മെഡിക്കലി യാതൊരു കാര്യവും ഒരു അസുഖത്തിനെ പറ്റിയിട്ട്, ഇപ്പോൾ ഒരു ക്യാൻസറായി, സ്ട്രോക്കായി, വേറെ ഏതെങ്കിലും രോഗമായി, ഈവൻ ആക്സിഡൻ്റ് ആണെങ്കിൽ പോലും അതിനെ പറ്റിയിട്ട് അതിൻ്റെ സൈക്കോളജിയോ അതിൻ്റെ ഫിസിയോളജിയോ പാത്തോളജിയോ ഒന്നും അറിയാതെയുള്ള ഒരുപാട് ആളുകളുടെ ഉപദേശങ്ങൾ വരെ ആർക്കാന്നറിയോ? കെയർ ഗിവർക്ക്. എനിക്ക് അങ്ങനത്തെ നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്.